ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ക്വാർട്ടർലി റിസൾട്ടുകൾ നമുക്കൊന്ന് ഇതുവരെ വന്നിരിക്കുന്ന നല്ല റിസൾട്ടുകളൊന്ന് നോക്കാം. ഒന്നാമത് ചെന്നൈ പെട്രോളിയം ആണ്. ചെന്നൈ പെട്രോളിയം 4.53 ആണ് അതിന്റെ PE, 18,904 രൂപയാണ് മാർക്കറ്റ് ക്യാപ്പ്. ഓക്കെ, അതിന്റെ ഫണ്ടമെന്റൽ നമ്മൾ നോക്കുമ്പോൾ 35 ആണ് അതിന്റെ ഇപ്പോഴത്തെ ROCE. അത് 5 വർഷത്തെ 27 കഴിഞ്ഞും 3 വർഷത്തെ 24 കഴിഞ്ഞും ബെറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്. ഇതുപോലെ തന്നെ ROE 33 അവിടുന്ന് 23 കുറഞ്ഞു, ഇപ്പൊ 32 സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. ഇൻഡസ്ട്രി പീനെ കഴിഞ്ഞും ഒരുപാട് താഴെയാണ് നിൽക്കുന്നത്. ഇവരുടെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്ത് അത്യാവശ്യം മറ്റേ ഒരു സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ROCE ഉള്ള ഒരു കമ്പനിയാണ്. ഓക്കെ, ഇൻട്രസ്റ്റ് കടമൊക്കെ കുറവാണ്. 2,930 രൂപയാണ് അതിന്റെ ഇൻട്രൻസിക് വാല്യൂ, 746 രൂപ ബുക്ക് വാല്യൂ. ഇപ്പൊ നിൽക്കുന്ന റേറ്റ് 1,269 രൂപ. റിസൾട്ടിലേക്ക് ഒന്ന് പോവാം. കഴിഞ്ഞ ജൂണില് 14,712 കോടിയായിരുന്നു സെയിൽസ് എങ്കിൽ 27,000 ഓൾമോസ്റ്റ് ഡബിൾ സെയിൽസ് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിലെ 99 കോടി രൂപ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ളത് 1,555 കോടിയായിട്ടും കൂടിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ മാർച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ റിസൾട്ട് 2,036 കോടി എന്നുള്ളത് ഇപ്പം 1,555 കോടിയാണ്. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, എപ്പോഴും മാർച്ചിനേക്കാളും അല്പം മോശം റിസൾട്ടാണ് ജൂണിൽ വരാറുള്ളത്. ഓക്കെ, ഇത് 2024 ഫിനാൻഷ്യൽ ഇയറിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്, 25 ഫിനാൻഷ്യൽ ഇയറിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്വാഭാവികമാണ്, ബിസിനസ് സൈക്ലിക്കലാണ്. അതുകൊണ്ട് ഇയർ ഓൺ ഇയറിൽ ബെറ്റർ പെർഫോമൻസ് ആണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇൻവെസ്റ്റേഴ്സിനെ നോക്കുവാണെങ്കിൽ പ്രൊമോട്ടർ സ്റ്റേബിൾ ആണ്, FIA ഹോൾഡിംഗ് കൂട്ടിയിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ടുകാർ ഒന്ന് കുറച്ചിട്ടുണ്ട്, പബ്ലിക്കിന്റെ കയ്യിലും കുറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. നമ്മുടെ സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ROCE ഉള്ള ഒരു ബാങ്കാണ് ഇപ്പോഴും. അതുപോലെ തന്നെ ROE വളരെ ബെറ്റർ ആയിട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്. അത് 8 വർഷത്തെ ROCE 8.06 9.12 അവിടുന്ന് 7.73 ആയിട്ട് ROCE കുറച്ച് ഔട്ടാണ് നിൽക്കുന്നത്. ROEയും അതുപോലെ തന്നെ 10.75 നിൽക്കുന്നത്. PE റേഷ്യോ ഇൻഡസ്ട്രി പിന്നെ കഴിഞ്ഞും താഴെയാണ്. പെഗ് റേഷ്യോ മൈനസ് ആണെന്നുള്ളതും ROCയും ROEയും 5 വർഷത്തെ കഴിഞ്ഞും 3 വർഷത്തെ കഴിഞ്ഞും താഴെയാണെന്നുള്ളതും നമ്മളെ സംബന്ധിച്ച് കൺസേൺ ആണ്. ഇൻട്രൻസിക് വാല്യൂ 54, മാർക്കറ്റ് റേറ്റ് 68. ക്വാർട്ടർലി റിസൾട്ട് നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ്, ഇവിടെ ഫിനാൻസിംഗ് പ്രോഫിറ്റ് മൈനസിലാണ്. 1,619 കോടിയിൽ നിന്ന് 2,025 കോടിയായിട്ട് സെയിൽസ് കൂടിയിട്ടുണ്ട്. 113 കോടി മൈനസ് ആയിരുന്നിടത്ത് ഇപ്പൊ 165 കോടി പ്ലസിലാണ് നിൽക്കുന്നത്. അപ്പം അവരുടെ ഒരു മോശം സമയം ക്രോസ് ചെയ്ത് പതുക്കെ ഗ്രാജുവലി ബെറ്ററായി വരുന്നുണ്ട്. ഇവിടെ നമ്മൾ മൈനസ് നോക്കുവാണെങ്കിൽ 2025 മാർച്ചില് ഏറ്റവും മോശപ്പെട്ട ഒരു സമയമായിരുന്നു. അവിടുന്ന് നഷ്ടം കുറച്ചു, ഫിനാൻസിംഗിൽ നഷ്ടം പിന്നെയും കുറച്ചു പ്ലസിലോട്ട് വന്നു, ഇപ്പൊ നല്ല പ്ലസിലോട്ട് വന്നിട്ടുണ്ട്. OPM മാർജിൻ, ഫിനാൻസിംഗ് മാർജിൻ ഇപ്പം അടുത്ത കാലത്ത് വന്നിരിക്കല് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഫിനാൻസിംഗ് മാർജിൻ ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് അവരുടെ നെറ്റ് പ്രോഫിറ്റോടെ അതർ ഇൻകം കൂടെ വെച്ച് നെറ്റ് പ്രോഫിറ്റോടെ നോക്കുമ്പോൾ 103 കോടിയിൽ നിന്ന് 317 കോടി, 3 ഇരട്ടിയായിട്ടാണ് അവരുടെ നെറ്റ് പ്രോഫിറ്റ് കൂടിയിരിക്കുന്നത്. 282 ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ഇയർ ഓൺ ഇയറും ബെറ്റർ പെർഫോമൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി കഴിഞ്ഞ വർഷത്തെ ഗ്രോസ് NPA നോക്കിക്കഴിഞ്ഞാൽ 2.52 ആയിരുന്നു. അത് കഴിഞ്ഞ ക്വാർട്ടറിൽ 2.26 കുറഞ്ഞു. ഇപ്പൊ 2.16 ഗ്രോസ് NPA കുറഞ്ഞു. സ്വാഭാവികമായിട്ട് നെറ്റ് NPA 0.70% നെറ്റ് NPA ഇന്ന് കഴിഞ്ഞ ക്വാർട്ടറിൽ 0.43 ആയിട്ട് കുറയുന്നു. ഇത്തവണ 0.34 ആയിട്ട് കുറയുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവരവരുടെ മോശം സമയത്ത് നിന്ന് തിരിച്ചു വരുന്ന ഒരു ഭാഗമാണ്. അവരുടെ ഗ്രോസ് NPAയിലും നെറ്റ് NPAയിലും വളരെ ഫെന്റാസ്റ്റിക് ആയിട്ടൊരു ഒരു തിരിച്ചുവരവാണ് കമ്പനി നടത്തിയിരിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സിന് നോക്കുവാണെങ്കിൽ FIIs കണ്ടിന്യൂസ് ആയിട്ട് അത് കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ 15 17 ഇപ്പൊ 16.81 ആയിട്ട് നിൽക്കുന്നു. മ്യൂച്വൽ ഫണ്ടും കൂട്ടുന്നുണ്ട്, പബ്ലിക്കിന്റെ കയ്യിൽ കുറഞ്ഞു വരികയാണ്. ബാങ്ക് പെർഫോം ചെയ്ത് വരുന്നു എന്നുള്ളതിന്റെ സിമ്പിളാണ് ഇതെല്ലാം. അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ വിശാൽ മെഗാമാർട്ടാണ്. ഇവിടെ നമുക്ക് 51,457 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. അതുപോലെ 61 ആണ് അതിന്റെ PE റേഷ്യോ. നമുക്ക് ഒരു ക്വാർട്ടർലി റിസൾട്ട് ഫണ്ടമെന്റലിലേക്ക് ഒന്ന് പോകാം. 11 ആണ് അവരുടെ 5 വർഷത്തെ ROCE, അത് 13 ഇതിനിപ്പോ 14. ROE 8 10 ആവുന്നു, ഇപ്പൊ 12 ആവുന്നു. ROCയിലും ROEയിലും ബെറ്റർ ആയിട്ട് പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ 5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഡസ്ട്രി PE 35 ആണ്, 61 നിൽക്കുന്നു, ഇച്ചിരി ഓവർ വാല്യൂ ആണ് നിൽക്കുന്നത്. ഇൻട്രൻസിക് വാല്യൂ 36 ആണ്, ബുക്ക് വാല്യൂ 15 ആണ്, മാർക്ക് റേറ്റ് 109 ആണ്. ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ജൂണില് 3,140 കോടിയായിരുന്നു സെയിൽസ് എങ്കിൽ ഇപ്പൊ 3,727 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 459 കോടിയിൽ നിന്ന് 545 കോടിയായിട്ടും. അപ്പൊ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ബെറ്റർ റിസൾട്ട് ആണ്. ഇയർ ഓൺ ഇയർ OPM മാർജിൻ സ്റ്റേബിൾ ആണ്, ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ OPM മാർജിൻ ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സിന് ഒന്ന് നോക്കുവാണെങ്കിൽ പ്രൊമോട്ടർ ഒന്ന് കുറച്ചിട്ടുണ്ട്,
ഈ കുറച്ചിരിക്കുന്നത് വാങ്ങിയിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകാരും FISും തന്നെയാണ്. പബ്ലിക്കിന്റെ കയ്യിൽ വളരെ കുറഞ്ഞ സ്റ്റേക്ക് മാത്രമാണ് ഉള്ളൂ. അടുത്തത് സ്റ്റീലം ഇൻഡസ്ട്രീസ് ആണ്. അതിന്റെ ROC നോക്കിക്കഴിഞ്ഞാൽ 5 വർഷത്തിൽ 28 നിന്ന് 29 ആകുന്നു. ഇപ്പൊ ചെറിയൊരു ഡൗണിൽ 26.98 എന്നുള്ളതാണ്. ROE 22, 22, 20 എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. ഇൻഡസ്ട്രി PE 41 34ആയി. പെഗ് റേഷ്യോ 2 എന്നുള്ളത് അത്ര നല്ലതല്ല. പക്ഷെ ബാക്കി അതിന്റെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ പെഗ് റേഷ്യോ മൈനസ് ആണ്. ആ രീതി നോക്കുമ്പോൾ വളരെ ബെറ്റർ ആണ്. അതുമായിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ. പിന്നെ ഇൻട്രൻസിക് വാല്യൂ 1769 ആണ്. ഇപ്പൊ 3399 ആണ് അതിന്റെ മാർക്കറ്റ് റേറ്റ് നിൽക്കുന്നത്. ക്വാർട്ടർലി റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ 283 കോടിയാണ് കഴിഞ്ഞ ജൂൺ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് എങ്കിൽ ഇപ്പൊ അത് 326 കോടിയായിട്ട് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 53 കോടിയിൽ നിന്ന് 69 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 19 OPM മാർജിൻ ഇപ്പൊ 21 ആയിട്ട്. അപ്പൊ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ബെറ്റർ സെയിൽസ്, ബെറ്റർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ബെറ്റർ ഓപ്പറേറ്റിംഗ് മാർജിൻ. ഓക്കെ. ഇൻവെസ്റ്റേഴ്സിന് നോക്കുവാണെങ്കിൽ പ്രൊമോട്ടർ സ്റ്റേക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. 52 54 ആകുന്നു. ഇപ്പൊ 56ആയി. FIS ഹോൾഡിംഗ് 2.81 അങ്ങനെയൊക്കെ നിൽക്കുന്നു. 2.62 നിൽക്കുന്നു. പബ്ലിക്കിന്റെ കയ്യിൽ ചെറിയ കുറഞ്ഞിട്ടുണ്ട്. പ്രൊമോട്ടർ പബ്ലിക്കിന്റെ കയ്യിൽ നിന്നാണ് ഹോൾഡിംഗ് കൂട്ടിയിരിക്കുന്നത്. അടുത്ത് വാരി റിന്യൂവബിൾ ടെക്നോളജീസ് ആണ്. 9858 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ്. 19 ആണ് അതിന്റെ PE റേഷ്യോ. ഓക്കെ. നമുക്ക് അതിന്റെ കമ്പാരിസൺ ഒന്ന് നോക്കാം. ROC 85.80 നിന്ന് 90ആയി. ഇപ്പൊ 85 ആയിട്ട് നിൽക്കുന്നു. ROE 69 നിന്ന് 69ആയി. 69 ആയിട്ട് തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. ഇൻഡസ്ട്രി PE കഴിഞ്ഞ് താഴെയാണ് PE റേഷ്യോ. പെഗ് റേഷ്യോ വളരെ ഫേവർ ആണ്. കടം കുറവാണ്. അതിന്റെ ബാക്കിയുള്ള കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ കടം വളരെ തുച്ഛമായിട്ട് ഉള്ള കടമേ ഉള്ളൂ. അതുപോലെ ഡെപ്റ്റ് ഇക്വിറ്റി വളരെ ഫേവർ ആണ്. 2098 കോടി രൂപ 2098 രൂപയാണ് ഇൻട്രൻസിക് വാല്യൂ. അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ പകുതി മാത്രമുള്ള വിലയ്ക്കാണ് നിൽക്കുന്നത്. ക്വാർട്ടർലി റിസൾട്ട് നോക്കുമ്പോൾ 118 കോടിയിൽ നിന്ന് 159 കോടിയായിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ വീക്ക് ആയിട്ടുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. 207 കോടി 159 കോടിയായിട്ട് കുറയുവാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് കൺസേൺ അല്ല. വൈ? ബിക്കോസ് ഇതിന്റെ ജൂൺ ക്വാർട്ടർ എപ്പോഴും ഒരല്പം താഴെയായിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതൊരു വലിയ മാറ്റമല്ല. ഓക്കെ. ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് ബെറ്റർ ആയിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ OPM മാർജിൻ ബെറ്റർ ആയിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ OPM മാർജിൻ ഫേവർ ആയിട്ട് നിൽക്കുന്നു. നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് ഒന്ന് നോക്കാം. പ്രൊമോട്ടർ സ്റ്റേബിൾ ആണ്. FI കൂട്ടിക്കൊണ്ടിരിക്കുന്നു. പബ്ലിക്കിന്റെ കയ്യിൽ ചെറിയ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഷെഫ്ലർ ആണ്. നമുക്കറിയാം നമ്മുടെ ഓട്ടോ കമ്പോണൻസിലെ ഏറ്റവും ടോപ്പ് ആയിട്ടൊരു കമ്പനിയാണ്. ഓട്ടോ കമ്പോണൻസ് ഇത്രയും ROEയിൽ ഇത്രയും പെർഫോമൻസ് കൊടുക്കുന്ന ഒരു കമ്പനി വേറെ ഇല്ല. ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള അത് 26 ആണ് അതിന്റെ 5 വർഷത്തെ ROC, 26 ആണ് 3 വർഷത്തെ ROC, 27.90 ഇപ്പൊ ലാസ്റ്റ് നിൽക്കുന്നു. 20, 20, 20 ROE നിൽക്കുന്നു. ഇൻഡസ്ട്രി PE കഴിഞ്ഞും ഒരല്പം കൂടിയാണ് നിൽക്കുന്നത്. പക്ഷെ അതിന്റെ കോമ്പറ്റീറ്റേഴ്സ് ഇവരെ കഴിഞ്ഞ് കൂടുതലൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇതൊരു ഫേവർ വാല്യൂ ആണ്. ഓക്കെ. കടം വളരെ തുച്ഛമാണ്. 1646 ആണ് അതിന്റെ ഇൻട്രൻസിക് വാല്യൂ. 400 ആണ് ബുക്ക് വാല്യൂ. 344 ആണ് 400 ബുക്ക് വാല്യൂ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ റേറ്റ് 4087 ആണ്. നമുക്ക് അതിന്റെ ക്വാർട്ടർലി റിസൾട്ടിലോട്ടൊന്ന് പോകാം. 2282 നിന്ന് സെയിൽസ് 2684 സെയിൽസ് കൂടിയിട്ടുണ്ട്. അതിന് ഇയർ ഓൺ ഇയറിൽ 17.50 ആണ് സെയിൽസ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. 431 കോടിയിൽ നിന്ന് 502 കോടിയായിട്ട് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. ഇയർ ഓൺ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 468 കോടിയിൽ നിന്നാണ് 502 കോടിയായിട്ട് മാറിയിരിക്കുന്നത്. OPM മാർജിൻ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അവരുടെ ഇൻവെസ്റ്റേഴ്സിനെ ഒന്ന് നോക്കാം. പ്രൊമോട്ടർ സ്റ്റേബിൾ ആണ്. FI സ്റ്റേബിൾ ആണ്. പബ്ലിക് DIA സ്റ്റേബിൾ ആണ്. പബ്ലിക്കിന്റെ കയ്യിലും മാറ്റുന്നു. അതായത് കുറച്ച് നാളായിട്ട് ആരും സ്റ്റോക്ക് പോക്കോ കുറയ്ക്കൊന്നും ചെയ്തിട്ടില്ല. അടുത്ത CIE ഓട്ടോമോട്ടീവ് ആണ്. നമുക്ക് ഇവിടെ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മുടെ മറ്റേ ഷെഫ്ലറിന്റെ ഒക്കെ കോമ്പറ്റീറ്റർ കമ്പനിയാണ്. 14 ആണ് അവരുടെ ROC. 15 നിന്ന് 16 ആവുന്നു. ഇപ്പൊ 14 ആയിട്ട് നിൽക്കുന്നു. ROE 10 നിന്ന് 14 ആവുന്നു. ഇപ്പൊ 11.80 ആയിട്ട് നിൽക്കുന്നു. ബുക്ക് ഇൻഡസ്ട്രി PE കഴിഞ്ഞ് താഴെയാണ് നിൽക്കുന്നത്. പെഗ് റേഷ്യോ ഫേവർ ആണ്. കടം കുറവുണ്ട്. ഇൻട്രൻസിക് വാല്യൂ 287 ആണ്. മാർക്കറ്റ് റേറ്റ് 418 ആണ് നിൽക്കുന്നത്. ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ നോക്കുവാണെങ്കിൽ പ്രൊമോട്ടർ സ്റ്റേബിൾ ആണ്. FIs സ്റ്റേബിൾ ആണ്. മ്യൂച്വൽ ഫണ്ടുകാർ കാര്യമായിട്ട് മാറ്റമൊന്നും വരുത്തില്ല. ചെറിയ രീതിയിലുള്ള കുറവ് വരുത്തിയിട്ടുണ്ട്. ആ കുറവ് വരുത്തിയിരിക്കുന്നത് വാങ്ങിച്ചിരിക്കുന്ന പബ്ലിക്കാണ്. പക്ഷെ വലിയ കാര്യമായിട്ടുള്ള മൂവ്മെന്റ് ഒന്നും വരാതില്ല. OFS ആണ് അടുത്ത്. ഫാന്റാസ്റ്റിക് റിസൾട്ട് വന്നിരിക്കുന്ന ഒരു കമ്പനിയാണ്. അവരുടെ അനാലിസിസിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ സെക്ടറിലുള്ള ഏറ്റവും ടോപ്പ് കമ്പനിയാണ്. 39 എന്ന് പറയുന്ന ROC 40 ആവുന്നു. ഇപ്പൊ 45 ആവുന്നു. ROE 28 നിന്ന് 30 ആവുന്നു. ഇപ്പൊ 32 ആവുന്നു. 27 ആണ് PE റേഷ്യോ. 33. അപ്പൊ അങ്ങനെ ഇത്രയും കയറി നിൽക്കുന്ന റേഞ്ചിൽ പോലും അതിന്റെ PE റേഷ്യോ അണ്ടർ വാല്യൂ ആണെന്ന് വിചാരിക്കണം. 629 ആണ്. കടം വളരെ തുച്ഛമാണ്. 4872 ആണ് ഇൻട്രൻസിക് വാല്യൂ. 899 ബുക്ക് വാല്യൂ നിൽക്കുന്നു. പിന്നെ നമുക്ക് ഇവിടെ റിസൾട്ടിലോട്ട് ഒന്ന് പോകാം. സെയിൽസ് 1852 കോടിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഡബിൾ
3120 കോടിയുടെ സെയിൽസ് കൂടിയിട്ടുണ്ട്. 846 ഇന്ന് നെറ്റ് പ്രോഫിറ്റ് ഇരട്ടിക്ക് മുകളിലോട്ട് വന്നിട്ട് 1876 കോടിയായിട്ട് നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. OPM മാർജിൻ 46 60ആയി. അപ്പം ഇയർ ഓൺ ഇയറും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും സൂപ്പർ റിസൾട്ട് ആണ് OFS തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അവരുടെ ഇൻവെസ്റ്റേഴ്സിനെ ഒന്ന് നോക്കാം. പ്രൊമോട്ടർ സ്റ്റേബിൾ ആണ്. FII കൂട്ടിക്കൊണ്ടിരിക്കും. പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ആരെന്ന് നമുക്കറിയാലോ, അവര് അമേരിക്കൻ കമ്പനിയാണ്. അവരും FII ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടണം. അതുകൂടാണ്ട് തന്നെ FII 9.70% സ്റ്റേക്ക് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടുകാര് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ ഹോൾഡിംഗ് കുറഞ്ഞാണ് നിൽക്കുന്നത്. ഏറ്റവും നല്ല റിസൾട്ട് വന്നിരിക്കുന്ന ഈ ഭാഗങ്ങളിൽ ഏറ്റവും നല്ല റിസൾട്ട് വന്നിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇത് ഇത്രയും റിസൾട്ടിലാണ് നമുക്ക് ഇതുവരെ വന്നിരിക്കുന്നത്. ബാക്കി റിസൾട്ടുകളുടെ അനാലിസുമായിട്ട് നാളെ കാണാം. താങ്ക് യു.